ഗുഡ് ബാഡ് അഗ്ലി നമ്മുടെ തല അജിത്തിന്റെ പുതിയ സിനിമ കഴിഞ്ഞ 10-ാം തീയതി വ്യാഴാഴ്ച തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 3 മലയാള സിനിമകളുടെ കൂടെ തന്നെയായിരുന്നു അജിത്തിന്റെ പടത്തിന്റെ റിലീസും. ഞാൻ വെള്ളിയാഴ്ച കാണാൻ വെച്ച സിനിമയായിരുന്നു ഇത്. അതായത് നമ്മൾ വ്യാഴാഴ്ച 3 പടം നമ്മൾ അങ്ങനെ കണ്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഈ പടം കാണാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേറെ കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നാണ് നമ്മൾ സിനിമ കണ്ടത്. ഞാൻ അത്യാവശ്യം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി. പിന്നെ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ളൊരു റെസ്പോൺസും ഈ സിനിമയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ല പ്രതീക്ഷയോടെ ഓൾറെഡി പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കേട്ട് നല്ല പ്രതീക്ഷയോടെയാണ് ഞാൻ ഇപ്പോൾ തിയേറ്ററിലേക്ക് ഇന്ന് പടത്തിന് കയറിയത്. പക്ഷെ എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയ തൃപ്തി കിട്ടിയില്ല സിനിമ. ഓൾറെഡി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കഥയൊക്കെ ഒരു അപരാധമാണ്, ലോജിക്കൊന്നുമില്ല, പക്ഷെ ഒരു വൈബ് പടമാണെന്നൊക്കെ ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയൊരു തൃപ്തി കിട്ടിയില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ചൊരു വൈബ് എനിക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. പടം ഒരു AK ഷോയാണ്. അജിത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് പടം. പുള്ളി പല ഗെറ്റപ്പുകളിൽ പല കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ പുള്ളി വരുന്നുണ്ട്. പണ്ടത്തെ വിൻറ്റേജ് ലുക്ക് പരിപാടികളൊക്കെ ഇതിന് അതൊക്കെ കിടുമായിരുന്നു. അതൊക്കെ തിയേറ്ററിൽ നല്ല റെസ്പോൺസായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു പടത്തിൻ്റെ മേക്കിങ്. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അജിത്ത് തല, 2 പടത്തിൻ്റെ മേക്കിങ്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ പണി വെച്ചൊരു രീതിയൊക്കെ വേറെ ലെവലായിരുന്നു. നല്ല രീതിയിൽ മേക്കിങ്ങിലൊന്നും വിട്ടുവീഴ്ചയില്ല കേട്ടോ. അതൊക്കെ കിടുമായിരുന്നു, കിടു. പിന്നെ അജിത്തും പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് ഈ പടത്തിൽ കാണാം. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ എനിക്ക് ഈ സിനിമയിൽ കഥ പിന്നെ ഞാൻ നോക്കണില്ല, കഥയുടെ ലോജിക്കിലോട്ടൊന്നും അങ്ങനെ കിടക്കണില്ല. പക്ഷെ കുറെ കഥാപാത്രങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പിക്കലായിട്ട് തോന്നി. തൃശ്ശയുടെ ക്യാരക്ടർ അടക്കം എനിക്ക് മറ്റു പല കഥാപാത്രങ്ങളും കുറച്ച് വെറുപ്പിക്കലായിട്ട് തോന്നി. എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട്. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് വർക്കായില്ല. അതായത് ചില റെഫറൻസ്, പടം മുഴുനീളം കുറെ റെഫറൻസ് പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ ചിലതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര കണക്റ്റ് ആയില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റോറിയിൽ, അതായത് കഥ ഓൾറെഡി ലോജിക്കില്ലാത്തൊരു കഥയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇതിൽ ഈ അച്ഛൻ മകൻ പാസം കയറി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സാധനമാണ് ഈ അച്ഛൻ മകൻ പാസം. സത്യം പറഞ്ഞാൽ അതിപ്പോൾ കാണുന്നതേ കല്ലുകടിയാണ്. കുറേ പടത്തിലേക്ക് കാണുന്നു. ഇപ്പോൾ തമിഴിൽ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ട് ഈ അച്ഛൻ മകൻ പാസം. കുറേ ട്രോളുകൾ അതിനെതിരെ കിട്ടിയിട്ട് പോലും തമിഴിൽ നിന്ന് ഈ സാധനം നിൽക്കണമെന്നില്ല. അത് വീണ്ടും അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇതിൽ അജിത്തിൻ്റെ മകനായിട്ട് അഭിനയിച്ചത് നമ്മുടെ സലാറിലൊക്കെ പൃഥ്വിയുടെ ചെറുപ്പം ചെയ്ത പയ്യൻ, നമ്മുടെ എമ്പുരാനിലൊക്കെ ഉണ്ട്. അവരാണ് ഇതിൽ അജിത്തിൻ്റെ മോനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ അവർ തമ്മിലൊരു കോംബോ തന്നെ, എനിക്കൊരു അച്ഛൻ മകൻ കോംബോ തന്നെ വർക്കായില്ല. പിന്നെ അനാവശ്യമായിട്ടുള്ള പാസം കേട്ടില്. പിന്നെ തൃശ്ശയുടെ ക്യാരക്ടർ എനിക്ക് വേർപ്പിക്കലായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ നമ്മുടെ അർജുൻ ദാസ്, പുള്ളിയുടെ ഇൻട്രോ ഒക്കെ കിഡു വൈബായിരുന്നു. പുള്ളിയുടെ ഇൻട്രോ ഒക്കെ ആ ട്രെയിലറിലെ മറ്റേ സോങ് ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ പുള്ളിയും സത്യം പറഞ്ഞാൽ ചില ഏരിയയിൽ വെറുപ്പിക്കലായിട്ട് എനിക്ക് തോന്നി. ചില ഭാഗങ്ങളിൽ പുള്ളിയും വെറുപ്പിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കംപ്ലീറ്റ് പടം അജിത്ത് തന്നെയാണ് കൊണ്ടുപോയത്. അജിത്ത് ഷോയാണ് പടം. പുള്ളിയുടെ ഒരു 1 മാൻ ഷോ തന്നെ നമുക്കിതിൽ കാണാം. അജിത്ത് ഫാൻസ് അല്ലെങ്കിൽ പുള്ളീനെ അമിതമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ഞാനും അജിത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളും കേട്ടോ, അത് വേറെ കാര്യം. എനിക്കും പുള്ളിയുടെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ പുള്ളിയുടെ മിക്സഡ് റെസ്പോൺസ് നെഗറ്റീവ് ഒക്കെ വന്ന തുനി പോലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ പുള്ളിയുടെ സ്വാഗ്, പുള്ളിക്കൊരു പ്രത്യേക സ്വാഗ് ഉണ്ട്. ആളുടെ ആറ്റിറ്റ്യൂഡ്, ആളുടെ സ്റ്റൈൽ, ആളുടെ നടത്തം. ഇപ്പോൾ നരയാണെങ്കിൽ പോലും ആളുടെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ. എനിക്ക് ആ തുനിവിലൊക്കെ ആളുടെ ലുക്ക് ഉണ്ട്. താടിയൊക്കെ നരയാണെങ്കിൽ പോലും സെറ്റ് ചെയ്തിട്ടുള്ള ലുക്കും തോക്ക് പിടിച്ചുള്ള ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ പടം എന്ന് പറയുമ്പോൾ കഥാപരമായിട്ട് ഒരു ലോജിക്കും ഇല്ല. എന്നാൽ പോലും ഈ അച്ഛൻ മകൻ പാസം മേടയിൽ കയറി വന്ന് ഓവറോൾ എനിക്ക് സിനിമ ഒരു ആവറേജ് ആയിരുന്നു പടം. അത്യാവശ്യം കുറച്ച് ലാഗും ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് കൂടുതൽ ലാഗ് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കണ്ട് വിലയിരുത്തുക. മെജോറിറ്റി സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ട് വിലയിരുത്തുക. ഓക്കെ.